ഹായ് ഓൾ, ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ചിന്തകൾ എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം കാണുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർക്ക് ഈ ഒരു റീഡിങ്സ് കാണാം, റെസനേറ്റ് ആവാത്തവർക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മളുടെ ഈ ഒരു ചാനലിൽ സ്ഥിരം റീഡിങ് വരുന്നതാണ്. റെസനേറ്റ് ആവുന്നത് നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെക്കുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. ഓക്കെ, അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ, ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ സമയത്ത് എന്താണ് ചിന്തിക്കുന്നത്? ഡിവൈൻ പ്ലീസ് ഗൈഡ് us. Universe, please guide us. നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ 4 of Cups ആൻഡ് 2 of Wands ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നോക്കുമ്പോൾ വളരെയധികം നിങ്ങൾ ആ ഒരു പേഴ്സണെ ആത്മാർത്ഥമായിട്ടും അഗാധമായിട്ടും സ്നേഹിക്കുന്ന ഒരു മനസ്സാണ്. ആ ഒരു വ്യക്തിനെ വിട്ട് പിരിയുക എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു മൈൻഡാണ്. അപ്പം നിങ്ങൾ ആ ഒരു പേഴ്സണെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ഒരു സ്നേഹമെന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഒരുപാട് നിറഞ്ഞു തുളുമ്പി ഒഴുകുന്നു, അല്ലെങ്കിൽ അതിനൊരു എൻഡിങ് ഇല്ല. അത്രത്തോളം നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് നോക്കാൻ നേരത്ത് നിങ്ങൾ പലപ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ഒരു മനസ്സും ഒക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഇടം പിടിച്ചിട്ടുണ്ടോ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടം പിടിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് വളരെയധികം ടിൻ ഫ്ലെയിം എനർജിയാണ് തോന്നുന്നത്. അതായത് ഒരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. പലപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുക എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ മനസ്സിൽ എന്താണോ കരുതുന്നത് അത് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണും സെയിം ഫീലിങ്സ് ഉണ്ടാകും. പലപ്പോഴും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ വിളിക്കണം, ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും എന്താ ഒരു വിളി വരാത്തത് എന്നൊക്കെ ഓർക്കുമ്പോഴായിരിക്കും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നൊരു വിളിയാണെങ്കിലും അല്ലെങ്കിൽ മെസ്സേജ് ആണെങ്കിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതെന്താണ് ഇത്ര അത്ഭുതം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പേഴ്സണിൽ നിന്നും എനിക്കെന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു റിപ്ലൈ കിട്ടാനുള്ളൊരു കാരണം? അപ്പോൾ അവിടെ ഒരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ടിൻ ഫ്ലെയിം എനർജി ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വസ്ത്രം ധരിച്ച് ഈ ഒരു പേഴ്സണെ കാണണം, അല്ലെങ്കിൽ നമ്മൾ മേ ബി ഇപ്പം നിങ്ങൾ നേരിട്ട് കാണുന്നവരാവാം, ഒരേ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ എപ്പോഴും ഒന്നിച്ച് കാണുന്നവരാവാം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയങ്ങളും നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നേരത്ത് നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടു, അപ്പം അതേ കളറിൽ ഉള്ള ഒരു ഡ്രസ്സ് ഇട്ട് ആ ഒരു പേഴ്സണും വരുമ്പം 2 പേർക്കും ഒരുപോലുള്ള ഒരു സന്തോഷമാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുന്നത്, അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള അതെങ്ങനെയാണ് ഇങ്ങനെ വന്നത്, അത് നിങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണെന്നും, അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ മനസ്സ് നോക്കാൻ നേരത്തും തീർച്ചയായിട്ടും നിങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സും കൂടിയാണെന്നാണ് ഡിവൈൻ പറയുന്നത്. എന്നാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളിൽ നോക്കാൻ നേരത്ത് ഈ ഒരു പേഴ്സൺ
ഭയങ്കര ഒരു വല്ലാതെ ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഈ ഒരു പേഴ്സണുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള വല്ലാത്തൊരു ഭയം കാരണം പലപ്പോഴും നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി മോശമായിട്ട് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങളെപ്പറ്റി വഴക്കുണ്ടാക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളിപ്പം ചിലപ്പം ഇപ്പം നിങ്ങൾ മറ്റൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നതോ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നതോ പോലും ഈ ഒരു പേഴ്സണ് ഇഷ്ടമില്ല. അപ്പോൾ അത്രത്തോളം പൊസസീവ് ക്യാരക്ടറാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചുള്ളത്. പലപ്പോഴും അവരുടെ അവർ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചിന്താഗതി ഉള്ളൊരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു പേഴ്സൺ ഭയങ്കര പൊസസീവുമാണ്, നെഗറ്റീവ് ചിന്താഗതിയും ഉള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും നിങ്ങളെക്കുറിച്ച് മോശമായി വേണ്ടാത്ത തരത്തിലുള്ള ഒരു ചിന്തകൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. സ്നേഹം ഉണ്ടെന്നറിയാം, പക്ഷേ ഇവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ സ്വഭാവം കാരണം പലപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയോട് അറിയാണ്ട് ദേഷ്യപ്പെട്ടു പോകുന്നത് ഇതൊക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുത്തിക്കൊള്ളുന്നുണ്ട്. അല്ലെങ്കിൽ അതവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലാത്തൊരു മനസ്സുമാണ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്നത്. അവരുടെ ഒരു ചിന്തകളിൽ നോക്കാൻ നേരത്ത് നിങ്ങളെ വിട്ട് കളയണം എന്നുള്ളൊരു അവരുടെ മനസ്സേ കാണുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും മുൻപോട്ട് പോകണം എന്നുള്ളൊരു താല്പര്യമാണ്. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് ഇവരുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വേർപിരിയേണ്ട ഒരവസ്ഥ വരുമോ, എന്തായിരിക്കും ഈ ബന്ധത്തിൻ്റെ ഭാവി എന്നുള്ള വളരെയധികം ടെൻഷനും കൺഫ്യൂഷൻസും എല്ലാം തന്നെ ഈ ഒരു സമയത്തുണ്ട്. അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണമെന്ന് പറയുമ്പോൾ പലപ്പോഴും അവരുടെ പാസ്റ്റ് ലൈഫ് ആവാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നന്നായിട്ട് ചതിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം മറ്റൊരു വ്യക്തി മുഖാന്തരം. അതായത് നേരത്തെ എക്സ് ലവർ, അതിപ്പം ആണാവാം പെണ്ണാവാം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ ആ ഒരു പേഴ്സൻ്റെ എക്സ് കൊണ്ട് തന്നെ ഒരുപാട് ഈ ഒരു പേഴ്സൺ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം. അപ്പം നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സമയം അത് വീണ്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇതുവരെയും നിങ്ങളെ ഒരു ഭയങ്കരമായിട്ട് ആ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ട്, നിങ്ങളും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ഈ ഒരു പേഴ്സണ് ഇതുവരെയും ആ ഒരു പേഴ്സണ് ഈ ബന്ധത്തിൽ പൂർണ്ണമായിട്ടൊരു നിങ്ങളെ വിശ്വാസമുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സണ് ഭയങ്കര ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ പൂർണ്ണമായിട്ട് കണ്ണടച്ച് വിശ്വസിച്ചാണ് ആ ഒരു പേഴ്സണോടൊപ്പം നിൽക്കുന്നത്. പക്ഷെ ആ ഒരു പേഴ്സൺ തിരിച്ചങ്ങനെയല്ല. അതവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ പാസ്റ്റ് ലൈഫാണ് അവരെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തിട്ടുള്ളത്. നമ്മൾ വന്ന വഴികളിൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടിരിക്കും. അതുപോലെ നമുക്കിപ്പം നമ്മുടെ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. പിന്നീടുള്ള സമയങ്ങളിൽ നമ്മളത് വരാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു ചിന്തകളിലേക്ക് പോകാനുള്ളൊരു കാരണം ഇനിയും ആ ഒരു പേഴ്സണ് അങ്ങനെയുള്ള ഒരു ട്രാജഡി, അത്രയുള്ള ഒരു ദുഃഖം താങ്ങാൻ കഴിയത്തില്ല. ആ ഒരു വ്യക്തിയുടെ മനസ്സൊരു ഇളം മനസ്സാണ്, പെട്ടെന്ന് നോവുന്ന ഒരു മനസ്സാണ്. ഭയങ്കരമായിട്ട് ഇപ്പം ഈ ഒരു പേഴ്സണോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവാം, ഭയങ്കര സ്നേഹമുള്ള ഒരു പേഴ്സണാണ്, എക്സ്പ്രസീവാണ്, നമ്മളോട് സ്നേഹം ഉണ്ടാകും തുറന്ന് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാവാം. അവർക്ക് നമ്മളെ വളരെയധികം ഇഷ്ടമാണ്. അവരുടെ പല പ്രവൃത്തികളിലൂടെയും സ്വഭാവത്തിലൂടെയൊക്കെ നമുക്കത് കാണാനും കഴിഞ്ഞിട്ടുണ്ടാവാം അവരുടെ സ്നേഹം എത്രത്തോളമാണെന്ന്. തീർച്ചയായിട്ടും അവരുടെ സ്നേഹമെന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹമാണ്. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ഇതാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു കുഴപ്പം. നിങ്ങൾ പോവോ, നിങ്ങളെപ്പറ്റി ആ ഒരു പേഴ്സൺ ടെൻഷൻ അടിക്കുന്നത്, അല്ലാതെ സ്നേഹമില്ല എന്ന് അവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ പോവോ, ഈ ബന്ധത്തിൽ എന്തെങ്കിലും തേർഡ് പാർട്ടീസ് മുഖേന പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് മേ ബി മുൻപ് മറ്റുള്ള വ്യക്തികളുണ്ടായെന്ന് കാണാം, എക്സ് ലവേഴ്സ്. അപ്പം നിങ്ങളെ ഇനി ആ ഒരു പേഴ്സൺ വന്ന് കൊണ്ടുപോവോ, ഇനിയിപ്പോൾ നിങ്ങളായിട്ട് അങ്ങോട്ട് പോവോ എന്നൊക്കെ ഉള്ളൊരു ഭയമാണ് ഈ ഒരു പേഴ്സണുള്ളത്. അവരെ ചതിക്കുവോ എന്നുള്ളൊരു വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്. പലപ്പോഴും നിങ്ങൾ പറഞ്ഞ് മടുത്തിട്ടുണ്ടാവാം. എന്നാലും നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ നമ്മളുടെ
ആ ഒരു പിടിവാശിക്ക് മുൻപിൽ നമ്മളവിടെ തോറ്റു കൊടുക്കുക തന്നെ ചെയ്യണം. ചില കാര്യങ്ങൾക്ക് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്നാലേ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും വരുള്ളൂ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ മുൻകോപം കൊണ്ട് ഒരു കാര്യമില്ല. അവരുടെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ നിൽക്കുക എന്നതാണ് ഏക വഴി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.